ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം ഒരുപാട് സന്തോഷവും വിക്ടറിയും ഒക്കെ ഉള്ള സമയമാണ്. നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അതിനൊരു നന്മ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് വിക്ടറിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരുപാട് അവസരങ്ങൾ ദൈവം തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ കുറേ ആൾക്കാർക്ക് ഇതിലൊരു ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞിരുന്ന ആളുകളുടെ മുന്നിൽ ജയിച്ച് കാണിക്കുവാനുള്ള ഒരു അവസരം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള ഫലം ദൈവം തരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ഈ ഒരു സമയം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിൽ നിങ്ങൾക്കത് സക്സസ്സിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ എന്തു പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്താൽ പോലും അത് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു എനർജി കൂടിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളൊരു വിജയിയായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സൗഹൃദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരാൾ നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാനും നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറയാനും ഒക്കെ സാധ്യതയുണ്ട്. അതായത് നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് മറ്റുള്ളവർക്കൊരു തോന്നലുണ്ടാവും. നിങ്ങളുടെ ഒരു സുഹൃത്ത് ചിലപ്പോൾ നിങ്ങളോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരിക്കാം. ചില ആൾക്കാർക്ക് ഇതിൽ എക്സ്പ്രസ് ചെയ്യാതിരുന്ന സ്നേഹം ഈ ഒരു സമയം നിങ്ങളോട് ചിലർ വന്നു പറയുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഒരു ലവ് ഓഫർ വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളിൻ്റെ ഓഫർ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലൊരു ലവ് ഓഫർ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. അപ്പോൾ
വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈ സമയം നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളിൽ നിന്ന് ആൾക്കാർ ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജി കൂടിയാണ്. നിങ്ങളെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി മറ്റുള്ളവർ കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്ക് ഉള്ളത്. പിന്നെ ഇവിടെ ഹൈറഫൻറ്റിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ്സിനെയൊക്കെ അല്ലെങ്കിൽ ചില തോട്ട്സുകൾ, അത് പുറത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളിലൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാക്കണം എന്നാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചക്ര ക്ലെൻസ് ഒക്കെ ചെയ്യാൻ ഈ ഒരു സമയം ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സമയം നമ്മൾക്ക് ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ശരീരത്തിന് മാത്രം സ്ട്രെങ്ത് പോരാ, മനസ്സിന് കൂടി സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ബാലൻസിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ കാമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ അവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ അതിൽ അസ്വസ്ഥതപ്പെടാതിരിക്കാൻ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതുമാത്രമല്ല ഇവിടെ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾക്കുമൊക്കെ ഇരട്ടി ഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ 7 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അതിൽ തടസ്സങ്ങൾ വരും എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പോലും ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഇവിടെ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ എത്ര എതിർത്താലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. മറ്റുള്ളവർ എതിർത്താലും നിങ്ങളാണ് ശരി എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിയാണെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എതിർപ്പുകൾ വന്നാലും നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ചില ആൾക്കാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകേണ്ട എന്തോ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അത് തീർച്ചയായിട്ടും അതിനൊരു ബൗണ്ടറി വേണം. നിങ്ങളതിനൊരു ബൗണ്ടറി വയ്ക്കണം. അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം വളരെ കുറച്ച് വാക്കുകളിൽ കാര്യമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ നിർത്തുക. കൂടുതൽ സംസാരിക്കാനുള്ള ഒരു ഇടയുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടു കൂടി തടസ്സങ്ങളെയൊക്കെ മറികടന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസോടു കൂടി നിങ്ങൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു മാരേജ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ശരിക്കും നിങ്ങളുടെ കുടുംബത്തിലൊരു വിവാഹമൊക്കെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാവാം, അല്ലെങ്കിൽ ഒരു വിവാഹം അനൗൺസ് ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബവുമൊത്ത് വളരെ സന്തോഷത്തിലിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ സമയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്.
കുട്ടികളെക്കുറിച്ച് കൂടുതൽ കൺസേൺ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതായത് കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ഈ ഒരു സമയം തോന്നുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അവർക്ക് നല്ല അഡ്വൈസൊക്കെ കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും അവരോടൊപ്പം സന്തോഷമായിട്ടിരിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടേതായ ഒരു സിംഹാസനം ഉണ്ടാക്കി അതിലിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ സെൽഫ് മെയ്ഡ് ആണെന്ന് സ്വയം തോന്നുന്ന ഒരു സമയമാണ്. അതായത് എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞാനത് ഉണ്ടാക്കിയതാണ്, എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കാര്യം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഈ സമയം തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടായിരിക്കും എന്നാണ്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്കൊരു പ്രമോഷൻ കിട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലേക്ക് ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയം ശരിക്കും ഒരു വളരെ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്സിൽ എത്തിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റെടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾ വളരെ വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ആ ഒരു പെയിൻ, നിങ്ങളെ ഒരുപാട് ട്രാപ്പിലാക്കിയിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചില റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ സ്റ്റക്കായി, അതിലൊരുപാട് ചീറ്റിംഗ് ഒക്കെ ഉണ്ടായി, നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അതിൽ നിന്നും നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കാം. ഈ ഒരു കാര്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് പെയിനും അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരാൾ നിങ്ങളുടെ കൂടെ വേണ്ടതാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, എനിക്കിത് പറ്റൂല എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ്. അതിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ കുറേയധികം പ്രശ്നങ്ങളുള്ള ആൾക്കാർ അത് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സെക്യൂർഡ് ആയിരിക്കും എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ലതായിരിക്കും ഈ ഒരു സമയം. ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. ശരിക്കും ഈ സമയം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാനിങ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഫാമിലിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയമാണ്. ഇവിടെ 10 ഓഫ് കപ്സും വന്നിട്ടുണ്ട്, 10 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജി കൂടിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വർദ്ധിക്കാനും പോസിറ്റീവായിട്ട് നിങ്ങൾക്കിരിക്കാനും നിങ്ങളുടെ
ഇൻഡ്യൂഷനെ ഇവിടെ ശ്രദ്ധിക്കാനുമാണ് തീർച്ചയായിട്ടും പറയുന്നത്. അപ്പോൾ ഡിവൈനിൽ നിന്നുള്ള ആ ഒരു സൈൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ്. പിന്നെ ചില ആൾക്കാർക്ക് അൺനെസസറി വറി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഭയം മാറ്റി വയ്ക്കുക. നമ്മൾ പേടിക്കുമ്പോഴാണ് കൂടുതലായിട്ടും ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ വരുന്നത് വരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം ഉണ്ടാക്കുക. നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഈ സമയം തീർച്ചയായും ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകും, അവർക്കൊരു അട്രാക്ഷൻ തോന്നും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നത്തെക്കാട്ടിലും ഒരു പ്രത്യേകതയൊക്കെ നിങ്ങളുടെ മുഖത്ത് തോന്നാം. നിങ്ങളുടെ സംസാര രീതി നല്ലതാണ് എന്നൊക്കെ ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുക്കലിരിക്കാനും നിങ്ങളോട് സംസാരിക്കാനുമൊക്കെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് വരാൻ കുറേ ആളുകൾ ഈ ഒരു സമയം ആഗ്രഹിക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പാസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാളും ഫിസിക്കലി നിങ്ങൾ ചിലപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ ചേഞ്ച് വരുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സ്കിൻ ടോണൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നുന്ന രൂപത്തിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഒരു പ്രഗ്നൻസിയൊക്കെ അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ വളരെ സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ആയിരിക്കും, ചിലപ്പോൾ ഫ്രണ്ട്സിനൊപ്പം ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ ചില ആളുകൾ ചില ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആഘോഷമെന്ന് പറയുന്നത് ഒരു വിവാഹമാകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നടത്തുന്ന മറ്റേതെങ്കിലും ചടങ്ങുകളാവാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒത്തുകൂടി നിങ്ങൾ വളരെ സേഫായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഈ സമയം ഇരിക്കുക. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും വിക്ടറിയാണ്. മാത്രമല്ല മറ്റുള്ളവരുടെ സഹായം കൂടാതെ നിങ്ങൾ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ആക്ഷൻ എടുക്കണം എന്നാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ആരുടെയും സഹായം പ്രതീക്ഷിക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ആ ഒരു ചിന്ത മാറ്റി സ്വയം യാത്ര ചെയ്യാൻ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ സന്നദ്ധരാവണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടേതായ സ്ഥാനവും നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് വിക്ടറിയും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.